ഹായ് നമസ്കാരം, എൻ്റെ പേര് അഭിനവ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ഒന്നാമത്തെ പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പാർട്ടിൽ ഒരുപാട് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ ബാക്കിയുള്ള രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ബാക്കി ഒന്നാമത്തെ പാഠത്തിൽ ബാലൻസ് ഉള്ള ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ഈവൺ ആഫ്റ്റർ ദി സൺ ഹാസ് പാസ്ഡ് ദ വെസ്റ്റേൺ ഹൊറൈസൺ, the sun is visible for some more time. Similarly, the sun can be seen a few seconds before it reaches the eastern horizon in the morning. What is the reason? ഈ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ. എർത്തിനെയും ഹൊറൈസണെയും കാണിച്ചിട്ട്, എർത്തിനും ഹൊറൈസണും അതുപോലെ നമ്മുടെ സണ്ണും, ഇത് എർത്താണെന്ന് വിചാരിക്കുക, ഇത് സണ്ണാണെന്ന് വിചാരിക്കുക. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് നമ്മുടെ എർത്തിലെത്തിയിട്ട് എർത്തിൽ നിൽക്കുന്ന നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ സൺലൈറ്റ് കാണുന്നത്. പക്ഷേ ഇങ്ങനെ സൺലൈറ്റ് നേരെ ഇങ്ങ് വരികയല്ല ചെയ്യുക. ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം വരെ എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ആ സ്റ്റാറിൻ്റെ കേസ് പറഞ്ഞ പോലെ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ നേരെ വന്ന് അറ്റ്മോസ്ഫിയർ വരെ ഒരു പ്രശ്നം ഇല്ലാണ്ട് വരും. അങ്ങനെ വന്നതിന് ശേഷം അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ഒരുപാട് തവണ റിഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചാൽ ഇത് ലൈറ്റ് റേൻ്റെ പാത്ത് കുറച്ച് ഡീവിയേറ്റ് ആവുമല്ലോ, ഇറഗുലർ റിഫ്രാക്ഷൻ ആയിരിക്കും നടത്തുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുക, സത്യത്തിൽ ഈ റിയൽ പൊസിഷനിലല്ല, കുറച്ചൊന്ന് ഉയർന്നിട്ട് കുറച്ചൊന്ന് മേലെയായിട്ട് ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മൾ സണ്ണിനെ കാണുക. അപ്പോൾ സത്യത്തിൽ ഇത് ഹൊറൈസൺ ആണെങ്കിൽ, ഈ ഭാഗം ഹൊറൈസൺ ആണെങ്കിൽ അതിൻ്റെ മേലെ വന്നിട്ടില്ല. സത്യത്തിൽ സണ്ണ് മേലെ എത്തിയിട്ടില്ല. പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ചതുകൊണ്ട് എന്താണ്, സൂര്യൻ ശരിക്കും മേലെ വന്നതുപോലെ നമുക്ക് തോന്നും. നെക്സ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള ഈ ഇത്രയും ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം. ദി പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയംസ് ഈസ് ഗിവൺ. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഒരു അഞ്ച് ഫിഗേഴ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ABCD എന്ന് പറഞ്ഞിട്ട് 4 ക്വസ്റ്റ്യൻസും ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി എബോവ് ഫിഗർ റെപ്രസെൻറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. അതിലൊരു കണ്ടീഷൻ ഇങ്ങനെയാണ്: ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വേണം പോകാൻ. അപ്പോൾ അങ്ങനെയുള്ള ഫിഗർ മാത്രം നോക്കിയാൽ മതി, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുന്നത്. പിന്നെ വേറെന്താ അവിടെ ഒരു കണ്ടീഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ഏത് മീഡിയത്തിൽ നിന്നാണോ ലൈറ്റ് പോയത് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചും വരണം. അപ്പോൾ അങ്ങനെയുള്ള ഫിഗർ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് വരും, രണ്ടാമത്തത് വരുന്നില്ല, മൂന്നാമത്തത് റിഫ്രാക്ഷൻ്റെ ചിത്രമാണ്, നാലാമത്തത് വരുന്നില്ല, അഞ്ചാമത്തത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെയും അഞ്ചാമത്തെയും ഫിഗറിലാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദി ക്രിറ്റിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദിസ് കേസ്. അപ്പോൾ ഗ്ലാസ് വരുന്ന ഫിഗേഴ്സ് ഏതൊക്കെയുള്ളതെന്ന് നോക്കുക. ഗ്ലാസ് വരുന്ന ഫിഗർ, ഈ ഫിഗറിൽ ഗ്ലാസ് ഉണ്ട്, അടുത്ത ഈ ഒരു ഫിഗറിൽ ഗ്ലാസ് ഉണ്ട്, മൂന്നാമത്തെ ഈ ഒരു ഫിഗറിലും ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റിലുള്ള 3 ഫിഗേഴ്സ് നോക്കിയാൽ മതി. അതിൽ 32 ഡിഗ്രി ആയപ്പോൾ നേരെ സാധാരണ പോലെ റിഫ്രാക്ഷൻ സംഭവിക്കുക ചെയ്തിട്ടുള്ളത്. അടുത്ത ഫിഗറിൽ നോക്ക്, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് പോകുമ്പോൾ 42 ഡിഗ്രി അല്ലേ, 42 ഡിഗ്രിയിൽ പോയപ്പോൾ ലൈറ്റ് 42 ഡിഗ്രിയിൽ പോയപ്പോൾ ഇത് ഇങ്ങനെ പോയി. പിന്നെ അത് റിഫ്രാക്ഷൻ സംഭവിച്ച് പോകുന്നത് ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ കൂടെയാണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ കൂടെ, അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നോർമലും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആകുന്ന കേസിലുള്ള ഇൻസിഡൻറ്റ് ആംഗിളിനെയാണ് നമ്മൾ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടും 42 ഡിഗ്രി. 42ലും കൂടുതലല്ലേ 44ലേക്ക് എത്തിയപ്പോൾ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നില്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരിക, ബീൻ്റെ ആൻസറായിട്ട് വരിക 42 ഡിഗ്രി എന്നാണ്.
ഇനി അടുത്ത ചോദ്യം, വിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കർ ഫോർ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഫ്രം വാട്ടർ ടു എയർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി വൈ വാട്ട് ഈസ് ദി ക്രിറ്റിക്കൽ ആംഗിൾ ഫോർ ദ വാട്ടർ എയർ പെയർ. അപ്പോൾ വാട്ടറിൻ്റെയും എയറിൻ്റെയും കേസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഗ്ലാസ് എയർ ചോദിച്ച പോലെ ഇവിടെ വാട്ടർ എയറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഫിഗർ നോക്കിയാൽ മതി, ഈ ഫിഗറും ഈ ഫിഗറും രണ്ടെണ്ണം. ഒന്നാമത്തെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ 51 ഡിഗ്രിയിൽ പോകുമ്പോൾ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ഫിഗറിൽ, രണ്ടാമത്തെ ഫിഗറിൽ നോക്ക്, വാട്ടറിൽ നിന്ന് എയറിലേക്ക് ഒരു ലൈറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അതിങ്ങനെ ഈ ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് പോകുന്നത് ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ കൂടെയാണ്. അപ്പോൾ അവിടെയുള്ള ആംഗിൾ 48.6 അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ടർ എയർ പെയറിലുള്ള ക്രിറ്റിക്കൽ ആംഗിൾ, വാട്ടറിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയിട്ടുള്ള 48.6 ഡിഗ്രി ആയിരിക്കും. പിന്നെ വേറൊരു ചോദ്യം, 50 ഡിഗ്രിയിൽ പോയി കഴിഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുമെന്നാണ്. വാട്ടറിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ വരുന്നത് 48.6 ആണ്. അതിനേക്കാളും വലുതല്ലേ 50. അപ്പോൾ ഈ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടിയാൽ ഇൻസിഡൻ്റ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അടുത്ത ചോദ്യം വാട്ട് ആർ ദ ടു കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് ഒക്കർ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് വേണം ലൈറ്റ് പോകാൻ. അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വേണം ലൈറ്റ് പോകാൻ. അടുത്ത ഒരു പോയിൻ്റ് എന്താ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ അത്രയാണ് 4 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത പേജിലേക്ക് പോകുന്നു. അടുത്ത പേജിൽ മിറാഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മിറാഷിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. അപ്പോൾ മിറാഷ് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വണ്ടിയിലൊക്കെ പോകുമ്പോൾ സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരത്തായിട്ട് കുറച്ച് ഇങ്ങനെ വെള്ളം മറിഞ്ഞ് കിടക്കുന്ന പോലെ, റോഡിൽ വെള്ളം ഒഴിച്ച് വെച്ചതുപോലെ തോന്നും ചിലപ്പോഴൊക്കെ, നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ. പക്ഷേ വെള്ളം കണ്ട ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് അവിടെ വെള്ളം ഉണ്ടാവില്ല, പിന്നെ കുറച്ച് ദൂരോട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഈ ഒരു ഫീൽ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ മിറാഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോഡുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇത്രയും റോഡാണെങ്കിൽ റോഡുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഭാഗത്തൊക്കെ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. മേലേക്ക് ചിലപ്പോൾ ടെമ്പറേച്ചർ കുറയും, പിന്നെ ടെമ്പറേച്ചർ കുറയും, അങ്ങനെ മേലോട്ട് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ച് ആവുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോ ലെയറായിട്ട് വരച്ച് വെച്ചിട്ടില്ലേ, ആ ഓരോ ലെയറിലുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, സാധാരണ ഡെൻസിറ്റി അല്ല, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഓരോ ഭാഗത്തുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ലൈറ്റ് റേ വന്നിട്ട് എന്ത് ചെയ്യും, നേരെ വരുന്ന ലൈറ്റ് റേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ചേഞ്ചുള്ള വേറൊരു മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് അത് ഡീവിയേറ്റ് ചെയ്യും. അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ, പ്രത്യേക പോയിന്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന ഒരു സമയത്ത് പിന്നെ അതിനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആയിരിക്കും സംഭവിക്കുക, റിഫ്രാക്ഷൻ അല്ല. അങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ഏത് ഭാഗത്തു നിന്നാണോ വന്നിട്ടുള്ളത് അതേ ഭാഗത്ത് തന്നെ പോകുന്നു. അത് കണ്ടോ, ഈ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്, അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ ആ ഭാഗത്തു നിന്നായിരിക്കും നമ്മൾ നോക്കുന്നത്, ഇവിടെ നിന്നായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണോ ലാസ്റ്റ് ലൈറ്റ് റേ കിട്ടിയിട്ടുള്ളത് അവിടെയല്ലേ ഒബ്ജക്റ്റിനെ കണ്ണ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നിന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ലൈറ്റ് റേ കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അതിന് നേരെ ഇവിടെയായിട്ടായിരിക്കും ഒബ്ജക്റ്റിനെ കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ കേസാണെങ്കിൽ മരത്തിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ലൈറ്റ് നേരെ ആദ്യം കുറേ പ്രാവശ്യം റിഫ്രാക്ഷൻ സംഭവിച്ച് പിന്നെ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ്
ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി ശ്രമിക്കും. ഈ ഒരു പോയിൻ്റ് ഇവിടെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കണ്ണ് ശ്രമിക്കുക. അപ്പോൾ ട്രീൻ്റെ ഓരോ ഭാഗത്തു നിന്നും വരുന്ന ലൈറ്റ് റേസ് ഇതേ പരിപാടി ഫോളോ ചെയ്യും. അതുകൊണ്ട് മേലെ ഇങ്ങനെ നിൽക്കുന്ന ട്രീനെ താഴെ ഒരു വെള്ളത്തിൽ കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. അടുത്ത ചോദ്യം, ഇത് 8ാം ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്ററുമായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെടുത്തി വെക്കാം. റിഫ്ലക്ഷനും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും തമ്മിലുള്ള, സാധാരണ നമ്മുടെ പ്ലെയിൻ മിററിലൊക്കെ വരുന്ന റിഫ്ലക്ഷനും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ടേബിളാണ്. ഇവിടെ തന്നിട്ടുള്ള ഈ 4 പോയിൻറ്റ്സിനെയും എടുത്തിട്ട് എന്ത് ചെയ്യാം, 2 ടേബിളിലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, occurs only when a ray of light enters from an optically denser medium to rarer medium at an angle greater than critical angle. ക്രിറ്റിക്കൽ ആംഗിളിൻ്റെ കാര്യം അല്ലെങ്കിൽ ഡെൻസർ മീഡിയം റെയറർ മീഡിയം ഒക്കെ നമ്മൾ പഠിച്ചത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ലാസ്റ്റ് ചോദ്യത്തിൽ പോലും പറഞ്ഞതാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകണം. അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. അടുത്ത പോയിൻ്റ്, ദ റേ ഓഫ് ലൈറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. അതിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, ഈ ഒരു പോയിൻ്റ് ഒന്നാമത്തെ ടേബിളിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ മിററിലെ റിഫ്ലക്ഷന് വരുന്ന പോയിൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേപോലെ ഒരു പോയിൻ്റ് ഇവിടെ കാണാം, ലാസ്റ്റിൽ കാണാം, ദ റേ ഓഫ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. ഇവിടെ നോട്ട് കംപ്ലീറ്റ്ലി എന്നുള്ളത്, ഇവിടെ കംപ്ലീറ്റ്ലി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇയാളെ പിടിച്ചിട്ട് രണ്ടാമത്തെ ടേബിളിലേക്ക് ഇടാം. ഇനി നമ്മൾ സ്കിപ്പ് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട് ഇവിടെ, റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഓൺ എ സർഫസ് അറ്റ് എനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്നാലും റിഫ്ലക്ഷൻ സംഭവിക്കാം. സാധാരണ പ്ലെയിൻ മിററിലുള്ള റിഫ്ലക്ഷനാണോ അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിലാണോ? നമുക്കറിയാം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടിയാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. പക്ഷേ പ്ലെയിൻ മിററിലുള്ള റിഫ്ലക്ഷൻ അങ്ങനെയല്ല, ഏത് ആംഗിളിലാണെങ്കിലും അത് സംഭവിക്കും. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എന്ത് ചെയ്യാം, മൂന്നാമത്തെ പോയിൻ്റ് ഒന്നാമത്തെ ടേബിളിൽ കൊടുക്കാം. അത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റ്സസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.